ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഏഴാമത്തെ റമദാൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഫ്താർ വ്ളോഗ് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി നോമ്പുതുറ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള സമൂസയ്ക്കുള്ള ഒരു ഫില്ലിങ്ങും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സമൂസയ്ക്കുള്ള ഫില്ലിങ് കാണിക്കാം. അതിന് വേണ്ടി ഇവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാൻ ഫില്ലിങ് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്ര വേണോ അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. പിന്നല്ലേ സവാള നല്ലതുപോലെ വാടിക്കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് കളർ മാറിക്കഴിഞ്ഞാൽ മതിയാവും. നമുക്ക് സമൂസയ്ക്ക് അങ്ങനത്തെ ഫില്ലിങ്ങാണ് കേട്ടോ നമ്മൾ എപ്പോഴും ഇട്ട് കൊടുത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ ഒരു 2 പിടി കാബേജ്, കുറച്ച് ക്യാരറ്റ്, ഇതുപോലെ 2 പിടി ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടണ പോലെ ഒന്നും ഇരിക്കണ്ട. നമുക്ക് ഇത് കുറച്ചൊന്ന് വാടിക്കിട്ടി വെച്ചാൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയും 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ആ പച്ച സ്മെല്ലൊക്കെ മാറി വെച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയാവും കേട്ടോ. പിന്നെയല്ലേ ചിക്കനും ബീഫും മുട്ടയും ഒന്നും ഇല്ലെങ്കിലും കൂടിയും ഇതുപോലെ നമുക്ക് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സവോള മാത്രം ഇട്ടിട്ട് നമുക്ക് സമൂസയ്ക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റിലുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഇനി ഇതവിടെ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഫില്ലിങ് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ റെഡിമെയ്ഡ് കിട്ടുന്നതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഇപ്പോൾ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ. അപ്പോൾ അതവിടെ ഞാനിതാ ഫില്ലിങ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുത്തി നിറച്ചിട്ട് നിറയെ ഇട്ട് കൊടുക്കാണ്ടിരിക്കുക, കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ആ മേലത്തെ ഭാഗം ഉള്ളിലേക്ക് ഇൻസൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക മൈദേൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് സമൂസൻ്റെ ഷേപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നല്ലേ ഇപ്പോൾ നോമ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 ട്രിപ്പായിട്ട് ഇപ്പോൾ ഞാൻ സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ റീസൺ. അപ്പോൾ ഇതവിടെ സമൂസയ്ക്ക് ഒക്കെ ഇതാ ഓരോന്ന് ഫോൾഡ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഞാനിതാ ഫില്ലിങ് ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ കുട്ടികൾ വന്ന് എന്നെ ഒന്ന് ഉന്തി വിട്ടു കേട്ടോ. ബാക്കിൽ വന്നിട്ട് അടി കൂടിയിട്ട് വന്നതാണ് അവർ രണ്ടാളും കേട്ടോ. പിന്നെ അങ്ങനെ ബാക്കിൽ വന്ന് ഒന്ന് ഉന്തിയപ്പോൾ അങ്ങനെ ഫില്ലിങ് അങ്ങനെ താഴെ പോയി. പിന്നെ അവരിനെ ചീത്ത പറഞ്ഞിട്ട് പിന്നെ അതിനെ കറക്റ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വിചാരിച്ചു. ഇവിടെ വാട്ടർമെലൻ എടുത്തിട്ടുണ്ട്, ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ നോമ്പുണ്ട് കേട്ടോ. ഫൈഹക്കുട്ടിക്കില്ല, ഫറൂട്ടിക്കും ഫഹത്തുട്ടിക്കും നോമ്പുണ്ട്. അപ്പോൾ അവർ ഫ്രൂട്ട്സൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ നാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ട്. അപ്പോൾ അത് മതി പറഞ്ഞു കേട്ടോ കുട്ടികൾ. പിന്നെ വേറെ ജ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ വാട്ടർമെലൻ ജ്യൂസ് അടിക്കാമെന്ന് പിന്നെ വിചാരിച്ച് വേണ്ട, കട്ടാക്കി കൊടുക്കാം അങ്ങനെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതവിടെ വാട്ടർമെലനും കാര്യങ്ങളൊക്കെ ഇതവിടെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതവിടെ ഇത് സെറ്റായിട്ടുണ്ട്. പിന്നെ അടുത്തത് മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് കറക്റ്റാക്കിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഇതാ പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് മുന്തിരി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുന്തിരിയും വാട്ടർമെലനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനവിടെ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓയിലൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ സമൂസയായിട്ട് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ടൈം ആയിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഇവിടെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആപ്പിളും കട്ടയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതവിടെ സമൂസയും കാര്യങ്ങളൊക്കെ ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടോ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇത് നേരത്തെ നമുക്ക് ഫ്രൈ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നോമ്പ് തുറക്കേണ്ട ആ ടൈമിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ടൈം ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ അവിടെ എല്ലാം സെറ്റാക്കിയിട്ട് ഹോട്ട് ബോക്സിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇതിനെ സെറ്റാക്കിയിട്ട് അതിനെ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴത്തേനും പേരക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പേരക്ക ആപ്പിളും. അപ്പോൾ ആപ്പിള് ലാസ്റ്റ് കട്ടാക്കാൻ വേണ്ടിയിട്ട് നോമ്പ് തുറന്നിട്ട് കട്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കട്ടാക്കി വെച്ചിട്ടില്ല, അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതവിടെ പേരക്ക കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം കൂടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രൂട്ട്സ്. ഇനിയും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പള്ളിയിലത്തെ കഞ്ഞിയൊക്കെ കുടിച്ചു കേട്ടോ. പള്ളിക്കഞ്ഞീൻ്റെ ഒപ്പമാണ് കേട്ടോ സ്നാക്സ് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പള്ളിക്കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം കുട്ടികൾക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാലത്ത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് എളുപ്പമായിട്ടുണ്ടായി. പിന്നല്ലേ കുട്ടികൾക്ക് നോമ്പുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഒരേപോലത്തെ നാഷ്ട ഉണ്ടാക്കി വെച്ച് അവർ കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഓരോ ദിവസം ഒരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ അതാ കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാവ്. പിന്നെ നാളേക്ക് ഇപ്പോൾ ദോശ ഉണ്ടാക്കിയാൽ ഇഡ്ഡലി ഉണ്ടാക്കിയില്ലെന്ന് അവർ കഴിക്കില്ല കേട്ടോ. പിന്നെ മാവിനെ അരച്ച് വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേറെ എന്തെങ്കിലും നാഷ്ട ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ അപ്പോഴത്തേന് ചിക്കനൊക്കെ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നോർമലായിട്ടുള്ള കറിയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ തേങ്ങ അരച്ച് വെക്കുന്നതിനെക്കാട്ടും കൂടുതൽ എനിക്കിഷ്ടം ഇതുപോലെ മുളക് കറി വെക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇവിടെ കുട്ടികൾക്കുള്ള ദോശയും കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇവിടെ ഒരാൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണം, ഒരാൾക്ക് ക്രിസ്പി ആവാത്ത ദോശ വേണം, ഒരാൾക്ക് കണ്ണ് മൂക്കുള്ള ദോശ വേണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ ദോശ ഉണ്ടാക്കാൻ നിന്നാലുള്ള അവസ്ഥ. അങ്ങനെ ദോശയൊന്നും ചുട്ട് വെക്കാറില്ല കേട്ടോ. അവർക്ക് വേണം എന്ന് പറയുന്ന ടൈമിൽ ചൂടോട് കൂടിയിട്ട് എല്ലാം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. ഏത് നാഷ്ട ഉണ്ടാക്കണമെങ്കിലും നേരത്തെ കാലത്ത് ഉണ്ടാക്കി വെക്കുന്നത് അവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ചൂടോട് കൂടിയിട്ട് എല്ലാം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതവിടെ ഓരോന്നായിട്ട് ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇഫ്താർ വ്ളോഗ് കുറേ മിസ്സായിപ്പോയില്ലേ. അപ്പോൾ കുഴപ്പമില്ല, ഇൻഷാ അല്ലാ ഇനിയും നമ്മുടെ ഇഫ്താർ വ്ളോഗ് കണ്ടിന്യൂ ആയിട്ട് ഇടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതവിടെ ദോശ ഓരോന്ന് റെഡിയായപ്പോൾ കുട്ടികൾക്ക് ഇതാ കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ആക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.